പദവിയോടെ ഈ ദുഷ്ടഭൂമിയിൽ ജീവിച്ചിരുന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ പദവിക്കായിട്ട് സ്തോത്രം ചെയ്യാം. അനേകർ മരണം വഴിയായി ലോകത്തിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അനേകർ രോഗികളായി, ദുഃഖിതരായി, നിരാശയിൽ കഴിയുന്നു. ആയിരം ജനങ്ങൾ പാപച്ചേറ്റിൽ കിടന്ന് അയ്യം വിളിക്കുന്നു. സമാധാനമില്ലാത്തൊരു ലോകത്തിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന നിലയിൽ ദൈവസമാധാനമുള്ളവരായി സ്തോത്രഗീതങ്ങൾ പാടി പരിശുദ്ധനായ ദൈവസന്നിധിയിലിരുന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മ നിറവിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ മഹത്വമാർന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ആരാധനയ്ക്കായി നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു വേദഭാഗം വായിക്കാം. 30-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് ധ്യാനിച്ച് നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ആരാധിക്കാം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് സന്തോഷവും ആത്മീക ചൈതന്യവും നൽകുന്ന ഒന്ന് തന്നെയാകുന്നു. അവയിൽ പാട്ടുണ്ട്, സ്തോത്രങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, പാപങ്ങളുടെ ഏറ്റുപറച്ചിലുകളുണ്ട്. ഏത് സങ്കീർത്തനം എടുത്ത് വായിച്ചാലും പഠിച്ചാലും നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായി പഠിക്കാവുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്ന പല പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്ന എന്നതാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലെ വിശേഷത. നാം വായിക്കാറുള്ള സങ്കീർത്തനം, നാം പലപ്പോഴും വായിക്കാറുള്ള ഒരു സങ്കീർത്തനമാണല്ലോ 30-ാം സങ്കീർത്തനം. അത് നമുക്ക് ആരാധനയ്ക്ക് പ്രചോദനം നൽകുന്ന സ്തുതിസ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ പറ്റിയ ചില ചിന്തകൾ ഉള്ളത് മാത്രം വായിച്ച് നമുക്ക് ഇന്ന് ദൈവത്തെ ആരാധിക്കാം. 1-ാം വാക്യം, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. വലിയവനായ യഹോവയെ പുകഴ്ത്തുവാനുള്ള കാരണങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിൽ ദാവീദ് വിവരിക്കുന്നുണ്ട്. ദൈവത്തെ പുകഴ്ത്തുക എന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഒന്നാമതായി, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയതുമില്ല. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനുണ്ടായിരുന്ന ശത്രുക്കളെ പോലെ ഏതെങ്കിലും രാജാവിനുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ അവരുടെയൊക്കെ മുമ്പാകെ മേശയൊരുക്കി സംരക്ഷിച്ച് ലജ്ജിപ്പാൻ ഇടവരാതെ വണ്ണം കാത്തു സൂക്ഷിച്ച സർവ്വവല്ലഭനായ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുന്നതോടൊപ്പം നമുക്കും ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്താൻ എത്ര കാരണങ്ങളാണുള്ളത്. നമ്മുടെ പ്രധാന ശത്രുവായ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും അവൻ്റെ വഞ്ചനകളിൽ നിന്നും പാപാന്ധകാരത്തിൽ നിന്നും നമ്മെ ഉദ്ധരിച്ച് സ്വർഗോന്നതങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്താതിരിക്കാൻ ഒക്കുമോ പ്രിയമുള്ളവരെ? രണ്ടാമതായി, ദാവീദ് നിലവിളിച്ചപ്പോൾ കേട്ട് സൗഖ്യം നൽകി. പ്രിയമുള്ളവരെ, നാമും പാപരോഗത്താൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ പാപക്കറകൾ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ സൗഖ്യമാക്കിയില്ലേ? നമ്മുടെ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചത് ഓർക്കുമ്പോൾ മൗനമായിരിക്കാതെ നമുക്ക് സ്തുതി പാടാതിരിക്കാൻ ഒക്കുമോ? ശാരീരിക രോഗത്തേക്കാൾ തീവ്രമായ രോഗമാണ് നമ്മുടെ ആത്മീക രോഗം, പാപരോഗം. അതിന് നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തമല്ലാതെ സൗഖ്യം നൽകുവാൻ പറ്റിയ മരുന്ന് വേറെ ഒന്നുമില്ല. പാപത്തിൻ്റെ ശമ്പളമാകുന്ന നരകന്യായവിധി, പാതാളവേദനകൾ, യാതനകൾ, ദൈവം നമ്മെ സൗഖ്യമാക്കിയില്ലേ? ദൈവം നമ്മെ ഉദ്ധരിച്ചില്ലേ? കൃപയാലെ വിശ്വാസം മൂലം മാത്രമുള്ള രോഗസൗഖ്യം നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചതോർക്കുമ്പോൾ നമ്മോടൊപ്പം സൗഖ്യം പ്രാപിച്ച വിശുദ്ധന്മാരോടൊപ്പം അതിന് കാരണഭൂതനായ കർത്താവിനെ എത്ര പാടി സ്തുതിച്ചാലും മതി വരുമോ പ്രിയമുള്ളവരെ? കോപപാത്രരായ നമ്മെ സ്നേഹപാത്രങ്ങളാക്കിയ ദൈവകൃപ, നിത്യതയോളം നിലനിൽക്കുന്ന ദൈവകൃപയുടെയും ദൈവസ്നേഹത്തിൻ്റെയും നീളം, വീതി, ആഴം, ഉയരം ഇവ വർണ്ണിപ്പാൻ നമ്മുടെ നാവിനാൽ സാധ്യമാകുന്നുവോ? നമ്മുടെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു. നമ്മുടെ രക്ഷകനും രക്ഷകനുമായ കർത്താവ് നമ്മെ ഉദ്ധരിപ്പാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, പാതാളവേദനകളിൽ നിന്ന് ഉദ്ധരിച്ച് വീണ്ടെടുത്ത് അത്യുന്നതമായ പാറയിൽ നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ച് പാപപങ്കിലമായ നമ്മുടെ സ്വയം നീതിയാകുന്ന അങ്കി അലക്കി വെളുപ്പിക്കുവാൻ, നമ്മളെ നീതിയുടെ അങ്കി ധരിപ്പിച്ച് ജീവകിരീടമണിയിച്ച് സ്വർഗത്തിലിരുത്തുവാൻ കൊടുത്ത വില എത്ര വലിയതും വിലയേറിയതുമാകുന്നു. പാപമില്ലാത്തവൻ, ഒരിക്കലും പാപം ചെയ്യാത്തവൻ, പാപം എന്തെന്നറിയാത്ത പരിശുദ്ധനായ ദൈവപുത്രനെ പാപമാക്കി നമ്മുടെ സകല പാപങ്ങളും അവൻ്റെ തലയിൽ ചുമത്തി ക്രോധാഗ്നിയിലിട്ട് ന്യായവിധി നടത്തി
അവൻ്റെ നീതി എടുത്ത് നമുക്ക് നൽകി സ്നേഹിച്ച ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പാകെ നമുക്ക് മൗനമായിരിക്കാനൊക്കുമോ? പ്രിയമുള്ളവരെ, ദാവീദ് പാടുന്നത്, യഹോവേ, നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും, എന്നേക്കും. ഹല്ലേലൂയ. ഞായറാഴ്ച ഒരു ദിവസം മാത്രം ഒരു ചടങ്ങ് പോലെ വന്ന് ആരാധിച്ച് തൃപ്തിപ്പെടാനൊക്കുമോ? യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. ആരും രക്ഷിപ്പാനില്ലാതെ പാപച്ചേറ്റിൽ കിടന്ന നമ്മെ എത്ര സ്നേഹത്തോടെയാണ് കോരിയെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് നീതിയുടെ വെണ്മയേറിയ അങ്കി ധരിപ്പിച്ച് വായിൽ പുതിയ പാട്ട് നൽകി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. നാം മൗനമായിരിക്കാതെ എന്നേക്കും മാത്രതോറും നാൾതോറും എപ്പോഴും പാടി സ്തുതിക്കേണ്ടവരല്ലേ? നാം അങ്ങനെ ചെയ്യാറുണ്ടോ? നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ സ്വീകരിപ്പാൻ നമ്മുടെ പിതാവ് കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ, സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് ആരാധിക്കുവാൻ നമ്മുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ എത്ര അർപ്പിച്ചാലും നാൾതോറും ദാവീദ് എന്താ പറയുന്നത്? ഞാൻ മൗനമായിരിക്കാതെ എന്നേക്കും നിനക്ക് സ്തുതി പാടേണ്ടതിന്. എന്നേക്കും എന്ന് പറയുമ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ല, എപ്പോഴും നാം നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ, നാം ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ നന്ദി നിറഞ്ഞ സ്തുതി സ്തോത്രങ്ങൾ സ്വീകരിപ്പാൻ നമ്മുടെ പിതാവ് കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് വേറെ ഒന്നും നമ്മുടെ പിതാവിന് വേണ്ട. കാളകളുടെ രക്തവന് വേണ്ട, കർത്താവെ ആടുകളുടെ രക്തവന് വേണ്ട, അതൊന്നും വേണ്ട. നമുക്കതിനായിട്ട് ഏകയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, അവനെ ഹൃദയത്തിൽ വാഴിച്ചുകൊണ്ട്, ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആരാധനയാണ് നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നതും മാനിക്കുന്നതും. അത് കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആഴ്ച മുഴുവൻ നാം ഈ ലോകത്തിൻ്റെയും ഭൗതിക നന്മകളുടെയും പിറകെ ഓടിയിട്ട് ധനസമ്പാദനം എന്ന വിഷയം മറ്റുള്ള ദൈവത്തെക്കാൾ അധികമായി മറ്റേതിനെയും ആരാധിച്ചുകൊണ്ട് ഞായറാഴ്ച മാത്രം ഒരുങ്ങി വന്നിരുന്ന് ആരാധിക്കുന്ന ആരാധന നമ്മുടെ പിതാവ് സ്വീകരിക്കുന്നതല്ല. അത് നാം എപ്പോഴും ഓർക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും അത് ഓർപ്പിക്കാറുണ്ട്. ഞായറാഴ്ച മാത്രം ആരാധിക്കുന്ന ആരാധനയല്ല പിതാവ് സ്വീകരിക്കുന്നത്. നമ്മുടെ ആരാധന നമ്മെ ദിനംതോറും നമുക്ക് മൗനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന, നമുക്ക് വേറെ വിഗ്രഹങ്ങളൊന്നും വേണ്ട, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന, നമുക്ക് അങ്ങനെ ഒരു അനുഭവം, നമുക്ക് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം, വെറുതെ സ്തോത്രം പാടുന്നതല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ, നാം ശ്വസിക്കുന്ന ഒരു ശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ, ഓരോ ശ്വാസം എടുക്കുമ്പോഴും നാം സ്തോത്രം ചെയ്യേണ്ടതല്ലേ? നമ്മളെ നിസ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ മുമ്പാകെ നമുക്ക് കുമ്പിടാം, നമുക്കവനെ വണങ്ങി ആരാധിക്കാം. നമുക്ക് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നോട് ബലമഴിപ്പാൻ രക്ഷകനിക്ഷിതിയിൽ വന്നാൻ യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി യേശുവിനു മഹത്വം. ജീവനെ യേശുവിനർപ്പിച്ച് സർവവും അവനായി ഏൽപ്പിച്ച് പാവന ജീവിതമാകണമെൻ യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി യേശുവിനു മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹത്വമെല്ലാം നമ്മുടെ കർത്താവിന്, നമ്മുടെ പിതാവായ ദൈവത്തിന്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവൻ്റെ പാദത്തിൽ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം. അവൻ്റെ നാമം മാത്രം
ഉയർത്തപ്പെടുമാറാകട്ടെ. ആമേൻ.